നമസ്കാരം. നാം പണ്ട് മുതലേ ചെയ്തു പോരുന്ന ചില കാര്യങ്ങളുണ്ട്. വീടുകളിൽ നാം വസിക്കുന്നതിനോടൊപ്പം തന്നെ പക്ഷികളെയും അതേപോലെ തന്നെ മൃഗങ്ങളെയും വളർത്തുന്നവരാണ് പലരും. നമ്മുടെ ആവശ്യത്തിനായാണ് പലപ്പോഴും പല മൃഗങ്ങളെയും പക്ഷികളെയും വളർത്തുക. കോഴികളെ അവയുടെ മുട്ട ലഭിക്കുന്നതിനായാണ് പലരും വളർത്തുന്നത്. പശുവിനെ പാല് ലഭിക്കുന്നതിനുമായും വളർത്തുന്നു. ഇതിനാൽ തന്നെ വീടുകളിൽ ഏറ്റവും ഉത്തമം പശു തന്നെയാണ്. പശുവിനെ വളർത്തുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. ഓരോ ജീവികൾക്കും ഓരോ പ്രാധാന്യമുണ്ട് എന്നതും വാസ്തവമായ കാര്യം തന്നെയാകുന്നു. എന്നാൽ പശുവിനെ വീടിൻ്റെ അഭിവൃദ്ധിയായും അതേപോലെ തന്നെ ഐശ്വര്യവുമായും കണക്കാക്കുന്നു. അതിനാൽ തന്നെ ആ വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നതുമല്ല, സദാ ലക്ഷ്മി നാരായണ പ്രീതി അവരിൽ വന്ന് നിറയുന്നതുമാണ്. ഇത്തരത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും പശുവിനെ വീട്ടിൽ വളർത്തുന്നതിലൂടെ വന്ന് ചേരുന്നതുമാണ്. എന്നാൽ നാം ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നാം ശ്രദ്ധിച്ചില്ല എങ്കിൽ അത് ദോഷകരമായി ഭവിക്കും. അത്തരത്തിലൊന്നാണ് ചില ജീവികളെ വീടുകളിൽ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട്. ഇവയെ വളർത്തുകയാണ് എങ്കിൽ ആ വീടിന് അത് ദോഷകരമായി ഭവിക്കും. പ്രത്യേകിച്ചും ആ ശാപം അവരുടെ വീട് മുടിക്കും എന്ന കാര്യം തീർച്ച തന്നെയാണ്. അത്തരത്തിലുള്ള ദോഷകരമായ ഫലങ്ങളാണ് വന്നു ചേരുക. ഏതെല്ലാം ജീവികളാണ് ഇത്തരത്തിൽ ദോഷകരമായ ഫലങ്ങൾ വീടുകളിൽ വളർത്തുന്നതിലൂടെ നൽകുക എന്ന് മനസ്സിലാക്കാം. പലരും പല തരത്തിലുള്ള പക്ഷികളെയും അതേപോലെ തന്നെ കിളികളെയും വളർത്തുന്നതാകുന്നു. അവയോടുള്ള ഇഷ്ടത്താലും വീടിന് ഒരു ഭംഗി നൽകുവാനും വേണ്ടിയാണ് ഒട്ടുമിക്കവരും കിളികളെ വളർത്തുന്നത്. എന്നാൽ വാസ്തുപ്രകാരം നോക്കുകയാണ് എങ്കിൽ ഇത് ദോഷകരമായി മാറുന്നു എന്നാണ് പരാമർശിക്കുന്നത്. ഇതിനാൽ ആ വീടുകളിൽ പല തരത്തിലുള്ള ദോഷഫലങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരും എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അവയ്ക്ക് ആഹാരം നൽകുന്നതും ജലം നാം നൽകുന്നതും ഏറ്റവും ഉത്തമമാണ് എങ്കിലും കൂട്ടിലിട്ട് വളർത്തുന്നത് ഏറ്റവും ദോഷകരമാണ്. ആ വീടുകളിൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും എന്ന് വാസ്തുവിൽ പറയുന്നു. ഇതിനാൽ ആ വീടുകളിൽ ഇനി പറയുന്ന കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാൽ വാണിജ്യ ആവശ്യത്തിന്, അതായത് നിങ്ങൾ കച്ചവട ആവശ്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ്, ഇത്തരത്തിൽ ഒരു ബിസിനസ്സായി ബന്ധപ്പെട്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്കിൽ വളർത്താവുന്നതാണ്. അതിൽ തെറ്റില്ല. എന്നാൽ വീടുകളിൽ അല്ലാതെ വളർത്തുന്നത് ദോഷകരമാകുന്നു. നെഗറ്റീവ് ഊർജവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ലക്ഷ്മി ദേവി അഥവാ ശ്രീദേവിക്ക് പകരം അലക്ഷ്മി ദേവി അഥവാ മൂദേവി സാന്നിധ്യം ആ വീടുകളിൽ നിറയും. മൂദേവി സാന്നിധ്യം നിറയുന്നതിനാൽ നിരവധിയാർന്ന ദോഷഫലങ്ങൾ ആ വീടുകളിലേക്ക് കടന്നു വരും എന്ന കാര്യമാണ് നാം മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അതിനാൽ തന്നെ ഞാൻ ഈ പറയുന്ന ദോഷഫലങ്ങൾ നിങ്ങളെ പിന്തുടരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ആ വീടുകളിൽ അത് ദോഷകരമായി ബാധിക്കും. നിങ്ങളുടെ വീടുകളിൽ ഈ ഫലങ്ങൾ വന്നു ചേരുമ്പോൾ അത് നിങ്ങൾക്ക് പല തരത്തിലുള്ള ദുരിതങ്ങൾ സമ്മാനിക്കും. സൽസന്താനങ്ങളെ ലഭിക്കുവാനും അവർക്ക് എന്നും ഉയർച്ചയും ഓരോ മാതാപിതാക്കളുടെയും അഭിലാഷം തന്നെയാകുന്നു. എന്നാൽ ഇങ്ങനെ ഭാഗ്യം ചെയ്തവർക്ക് മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാകുന്നു. സന്താനങ്ങൾക്ക് വിദ്യയിൽ ഏകാഗ്രത ലഭിക്കാത്ത അവസ്ഥ, അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ എന്നിവ ഇടവിട്ട് വരും. അതായത് തുടർച്ചയായി വരും എന്നല്ല പറയുന്നത്. എന്നിരുന്നാൽ പോലും പല അവസരങ്ങളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരെ ബാധിക്കുകയും അവർക്ക് ദോഷകരമായ ഫലങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നതാകുന്നു. പ്രത്യേകിച്ചും ശ്വാസകോശ സംബന്ധമായ അല്ലെങ്കിൽ ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ആ കാര്യവും ഏവരും ശ്രദ്ധിക്കുക. മറ്റു ചില ദോഷഫലങ്ങൾ കൂടി പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് കടവുമായി ബന്ധപ്പെട്ടാകുന്നു. നിങ്ങൾക്ക് കടബാധ്യതകൾ പെട്ടെന്ന് വർദ്ധിക്കുന്നതിനോ അല്ലെങ്കിൽ കടം വന്ന് ചേരുന്നതിനോ കാരണമായി തീരാം. തിരിച്ചു വീട്ടാൻ സാധിക്കാത്ത വിധം കടം നിങ്ങളെ ബാധിക്കും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. അതിനാൽ അത് നിങ്ങൾക്ക് ഉയർച്ചയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ചിലവുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വരവിനേക്കാൾ ചിലവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എത്ര തന്നെ
പണം കിട്ടിയാലും തികയാത്ത അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാവുന്നതാണ്. എത്ര പണം ലഭിച്ചാലും അത് നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് ശരിയായ രീതിയിൽ ആവശ്യങ്ങൾക്ക് ഉപകരിക്കാത്ത അവസ്ഥ സംജാതമാകും. ആവശ്യങ്ങൾക്ക് പണമില്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. ഗൃഹനാഥയുമായി ബന്ധപ്പെട്ടും ചില കാര്യങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട്. വിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ അവർക്ക് വന്നു ചേരും എന്ന കാര്യമാണ് നാം ഓർക്കേണ്ടത്. അത് മാറി മാറി അവരുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കലഹങ്ങൾ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നതാകുന്നു. പ്രതികൂലമായി തന്നെ ബാധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതാണ്. അതിനാൽ ഗൃഹനാഥയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേ ഇരിക്കും. മനക്ലേശങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഒന്നുമില്ല എങ്കിൽ പോലും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നം പോലും ജീവിതത്തിൽ അലട്ടുന്നില്ല എങ്കിൽ പോലും പല കാര്യങ്ങൾ മനസ്സിലേക്ക് അനാവശ്യമായി കടന്നു വരികയും അത് മനക്ലേശങ്ങൾ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും. അത്തരത്തിലുള്ള ദോഷഫലങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കും എന്ന് കൂടി മനസ്സിലാക്കുക. കൂടാതെ ഒരു വ്യക്തിയെ പെട്ടെന്ന് തന്നെ അകാരണമായ ഭയം പിടികൂടുക തന്നെ ചെയ്യും. അകാരണമായ ഭയം വരികയും അത് നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യും. ഉറക്കം ഇല്ലാത്ത അവസരങ്ങളാണ് ഉണ്ടാവുക. ഉറക്കം തീരെ നശിക്കുന്ന അവസ്ഥ ജീവിതത്തിലേക്ക് വന്നു ചേരും. അമിതമായ സ്വപ്നങ്ങൾ കാണുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ആ സ്വപ്നങ്ങൾ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് അസ്വസ്ഥത സൃഷ്ടിക്കുന്ന സ്വപ്നങ്ങളായി മാറാം. അതേപോലെ തന്നെ മനോധൈര്യം നാൾക്ക് നാൾ കുറയുന്ന അവസ്ഥയും ജീവിതത്തിലേക്ക് കടന്നു വരാം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പ്രധാനമായും നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുക എന്നുകൂടി അറിയുക. മറ്റൊന്ന് നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് എങ്കിൽ എങ്ങനെയാണ് ഈ ദോഷഫലങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കുക, എന്തെല്ലാം പരിഹാരങ്ങൾ ചെയ്യണം, അതേക്കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിത്യവും അന്നദാനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. പക്ഷികൾക്കും മൃഗങ്ങൾക്കും അന്നദാനം നടത്തുക ഏറ്റവും ശുഭകരമായ ഒരു പരിഹാരം തന്നെയാകുന്നു. കൂടാതെ മീനൂട്ട് വഴിപാട് നടത്തുന്നതും ക്ഷേത്രത്തിൽ അന്നദാനം നടത്തുന്നതും ഉത്തമമാകുന്നു. ഇനി അഥവാ ക്ഷേത്രത്തിൽ നിങ്ങളാൽ ഒറ്റയ്ക്ക് നടത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ ക്ഷേത്രങ്ങളിലേക്ക് അന്നദാനത്തിനുള്ള ഒരു ചെറിയ തുകയെങ്കിലും നിങ്ങൾ നൽകുവാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കുക. പ്രധാനമായും ഇത്തരം കാര്യങ്ങളാണ് പക്ഷികളുമായി ബന്ധപ്പെട്ട് പറയുവാനുള്ളത്. അവയെ കൂട്ടിലടച്ച് വളർത്തുന്നത് അത്ര ശുഭകരമല്ല എന്ന് തന്നെ മനസ്സിലാക്കുക.